എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഒരു ഞാൻ ഇന്നാളെ ഇട്ടില്ല ഒരു ഫ്രൈഡ് റൈസിൻ്റെ അതുപോലല്ല, അതിൽ നിന്നൊരു വ്യത്യാസമായിട്ടൊക്കെ ചെയ്തു. ഓരോ ദിവസവും ഓരോന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞ് ചെയ്താൽ. അപ്പോൾ പെട്ടെന്ന് വന്ന് ഇന്നലെ സൺഡേ ദിവസം വന്നെടുത്തതാ ആ വീഡിയോ കേട്ടോ. അപ്പം ഞങ്ങളവിടെ വിനാലയിലല്ലേ സൺഡേയിൽ അന്തേരി വിനാലയിലാണ് മീറ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ അവിടെ എല്ലാം അവരെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ടേക്കുക. നല്ല ലൈറ്റിങ്ങൊക്കെയാണ് കാണാൻ നല്ല രസമാണ്. പിന്നെന്താ, പോൾമോൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റ് വന്നായിരുന്നു, അമ്മയുടെ റെസിപ്പി എടുത്ത് ഹിന്ദിയിൽ മോൻ ഡബ് ചെയ്താൽ നല്ലതാണ്, ഒരു ചാനലാകുവാണ്. അവനൊരു ചാനൽ പോൾസ് കുക്കിംഗ് വേൾഡ് എന്ന് പറഞ്ഞ് എപ്പോഴൊന്നും 4-5 മാസം കൊണ്ട് അത് നിർത്തിയിട്ട് ഹിന്ദിയിൽ ഇങ്ങനെ ഹിന്ദിയിൽ പറയാമെന്നാലും ഞാനിവിടെ കൂടെ ഇരുന്ന് എനിക്കും സമയമില്ല. പിന്നെ അവനും 10th പഠിക്കുന്നതിന് മുമ്പിട്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഒരെണ്ണം കിടപ്പുണ്ട്, അത് ഇപ്പോൾ ഇടാത്തത് കൊണ്ട് അത് ഇങ്ങനെ ക്യാൻസലായി. മോണിറ്റൈസേഷൻ ഒന്നും ആയില്ലായിരുന്നു. പിന്നെ ഒത്തിരി പേര് പറഞ്ഞ് അവൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു, ഇനി ഇടയ്ക്കൊക്കെ ഇടണേന്ന്. അപ്പോൾ എനിക്കും സമയമുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഈ ഇടുന്ന വ്ളോഗ് ഞാനൊരു 1.5-3 മണിക്കൂർ കൊണ്ട് ചെയ്യും. അവനെ കൊണ്ട് 5 മിനിറ്റത്തെ വീഡിയോ ഇടുകയാണെങ്കിൽ എനിക്കൊരു 1.5-2 മണിക്കൂറൊക്കെ വരും. കാരണം ഇങ്ങനെ പറഞ്ഞു കൊടുത്തേ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഇത്തിരി ലേറ്റായി ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയി. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനുണ്ടെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഈ പറയുന്ന സമയത്തെ ഓർക്കും, അന്നേരം പറയാം കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ക്രിസ്മസ് എവിടെ വരെയായി? എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ 1-2 പേര് പറഞ്ഞ് ഞാൻ അന്നിട്ട കുറുമയുണ്ടല്ലേ, അതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നത്. ആ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മുട്ടക്കുറുമ ഇട്ടിട്ടുണ്ട്. എഗ്ഗ് കുറുമ എന്നാണ് എഴുതിയേക്കുന്നത്. അതുകൂടെ ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കേ. നല്ല അടിപൊളി കറി. അതും അപ്പത്തിനൊക്കെ നല്ല അപ്പം ഇടിയപ്പത്തിനൊക്കെ നല്ല സൂപ്പറാണ് ആ എഗ്ഗ് കുറുമ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെന്താ, അതേ ഞാൻ സൺഡേ ബീഫിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഇടണമെന്ന് പറഞ്ഞിരുന്നു. സൺഡേ ഞാൻ പറഞ്ഞായിരുന്നു ചേച്ചടുത്ത് പോയി ഇത്തിരി ബീഫ് വാങ്ങിക്കണമെന്ന്. അപ്പം ഇവിടെ കിട്ടിയില്ല. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് റേച്ചാൻ പറയും വൈകുന്നേരം ആയില്ലേ, എല്ലാം തീർന്ന് കാണും, പന്നലായിരിക്കും ഇനിയെന്ന്. ഞാൻ പറയാം മൺഡേ റേച്ചാൻ രാവിലെ അങ്ങ് ജോലിക്ക് പോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസിപ്പി ബീഫിൻ്റെ ഇങ്ങോട്ട് ഇടണമായിരുന്നു. ഇനിയിപ്പോൾ നാളെ കാണാം കിട്ടുവാണെങ്കിൽ ഞാനിടാം. ഓക്കെ. കുറേ എൻ്റെ ബീഫ് റോസ്റ്റ്, ബീഫ് വരട്ടിയത് അങ്ങനെയൊക്കെ ഉള്ളത് എൻ്റെ നേരത്തെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വിജയ്സ് കിച്ചൻ ബീഫ് വരട്ടിയത്, ബീഫ് റോസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നേരത്തെ എൻ്റെ റെസിപ്പികൾ കാണാൻ പറ്റും കേട്ടോ. താല്പര്യമുള്ളവർ, എൻ്റെ റെസിപ്പിയിൽ വിശ്വാസം ഉള്ളവർക്ക് വേണമെങ്കിൽ നോക്കി ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതൊരു 600 ഗ്രാം ചിക്കനുണ്ട്, ബോൺലെസ് ചിക്കൻ. അത് ഞാൻ നന്നായി ഇച്ചിരി വിനാഗിരിയൊക്കെ ഇട്ട് കഴുകുമ്പം ആ സ്മെല്ലൊക്കെ ഒരു സൈസ് സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറും. എന്നിട്ട് കഴുകി വാരിയെടുത്തതാണ്, ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, ഇച്ചിരി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-2.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ നല്ല, ഇത് കുറച്ചേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇന്നാളി ചെയ്തത് കടലമാവൊക്കെ ഇട്ട് അതൊരു ഇത്തിരി നല്ല ക്രിസ്പി ഒത്തിരി അങ്ങ് ക്രിസ്പി അല്ലെങ്കിലും കുറച്ച് നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു. ഇത് ഇന്ന് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഈ പോളിനൊക്കെ നമ്മൾ ഈ ചൈനീസ് നൂഡിൽസൊക്കെ വാങ്ങിക്കുമല്ലേ, അപ്പോൾ അതിലൊക്കെ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് ക്രിസ്പി പോലെ ഇരിക്കുന്ന ചിക്കനല്ല. അപ്പോൾ അതുപോലുള്ളത് ഉണ്ടാക്കാൻ ഇങ്ങനൊന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഐഡിയയിൽ ഞാനിതൊന്ന് ചെയ്യുക. ഇത് ഞാൻ ഈ മസാലയൊക്കെ പുരട്ടി നമുക്ക് കുറഞ്ഞതൊരു 1/2 മണിക്കൂറേലും വെക്കണേ. അതിൽ കൂടുതൽ വെക്കാൻ സമയമുണ്ടെങ്കിലും നല്ല ഇപ്പം അതിൻ്റെ അകത്തൊക്കെ ഫ്ലേവർ നന്നായി പിടിക്കും. ഇപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അഥവാ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഒന്നീ കോൺഫ്ലോറോ കടലമാവോ കുറച്ച് ചേർക്കാം. എന്നിട്ട് ഞാൻ അരി വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അളന്നൊന്നുമല്ല എടുത്തത്. ഇപ്പം ഞാൻ ഒരു 4-5 ഗ്ലാസ് അരി എടുക്കുന്നതെന്ന് വെച്ചു. അപ്പം നമ്മൾ
ഈ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 10 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇത് ഞാൻ അങ്ങനെ ഒരു 10-12 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചിലർ ചേർക്കാറില്ല ബേ ലീഫും പട്ടയും ബിരിയാണിക്ക് ചേർക്കും. ഇതിനങ്ങനെ നമ്മൾ ചിലർ ചേർക്കും, ചിലർ ചേർക്കത്തില്ല. ഞാനൊന്ന് അതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ അരി ഒന്ന് കഴുകി നിങ്ങളുടെ ആവശ്യത്തിനുള്ള അരി എടുക്കുക. നിങ്ങൾക്കൊന്നിൽ നമ്മൾ ഈ ചോറ് വേവിക്കത്തില്ലേ, ചോറ് വേവിക്കുന്ന പോലെ മൊത്തത്തിലങ്ങ് വേവിക്കാതെ കുറച്ച് ഒരു 80% വേവിച്ചിട്ട് ഊറ്റി എടുക്കാം, അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇത്തിരി ഒന്ന് വെള്ളം ഊറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട്, ഉപ്പ് ഇച്ചിരി ഒന്ന് മുന്നിട്ട് നിൽക്കണം, കാരണം ആ ചോറിന് അരിയിൽ ഇത്തിരി ചോറിനായിട്ട് ഉപ്പ് വേണം. ഞാനിതിപ്പം കഴുകി ഉടനെ അങ്ങ് ഇട്ടതാ, അല്ലാതെ കുതിർത്തൊന്നും വെച്ചിട്ടില്ലേ. നല്ല ഇന്നാളെ നമ്മൾ അരമണിക്കൂറൊക്കെ കുതിർത്താണ് വെച്ചത്. കുതിർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടാണ് വെള്ളം ഒഴിച്ചെടുത്തത്. ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ഇന്നൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ രീതിയിൽ ചെയ്യുവാന്ന്. അപ്പോൾ എനിക്കൊരബദ്ധം പറ്റിപ്പോയി. ഞാൻ എന്നിട്ട് അരി അവിടെ ഇട്ടിട്ട് 2 മുട്ടയൊന്ന് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ച് ഇന്നാ ചിക്കൻ വറുത്തിട്ട് അതിൻ്റെയൊക്കെ വെള്ളം വരാതെ ആദ്യം മുട്ട അങ്ങ് പൊരിക്കാമെന്ന്. പക്ഷേ ഞാൻ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചു. പക്ഷേ മുട്ട ഒഴിച്ചെണ്ണ അതൊരു വധമായിപ്പോയി. ആ മുട്ടയ്ക്കകത്ത് അങ്ങ് എണ്ണ കയറി കുടിച്ചു. ഒത്തിരി ഇല്ല, എന്നാലും ഇച്ചിരി അങ്ങ് എടുത്തു. ആദ്യം ആ ചിക്കൻ വറുത്തെടുത്തിട്ട് പിന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതിയായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യല് കേട്ടോ, ഞാൻ ഈ കാണിച്ച പൊട്ടത്തരം ചെയ്യല്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കുരുമുളക് അതൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഇളക്കി മുട്ടയ്ക്കകത്ത് അത് കിടന്ന് നന്നായിട്ട് നമുക്ക് പീസ് പോലെ അങ്ങനെ പെട്ടെന്ന് കിട്ടിയതുമില്ല. നല്ല സുഖമായിട്ട് ആ എണ്ണയൊക്കെ മുട്ട ആശാനങ്ങ് കുടിച്ചെടുത്ത്. പക്ഷേ ആ മുട്ട പീസ് തിന്നാനേ നല്ല ടേസ്റ്റായിരുന്നു. നമ്മളില്ല എണ്ണ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നുണ്ടേ. അപ്പം ഞാനിങ്ങനെ സാധനം ഓർഡർ ചെയ്തപ്പോഴേ അന്നേരം ഞാൻ ഈ നാട്ടിലൊക്കെ ഞാൻ ഡാൽഡ, ഇവിടെ ഒന്നും അങ്ങനെ ഈ ഡാൽഡ നല്ലതാണോ എന്നൊന്ന് പറയണേ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ സാധനം ഓർഡർ ചെയ്തോണ്ടേ എൻ്റെ ഫോൺ ഇങ്ങനെ ഹോൾഡിൽ വെച്ചിട്ട് പുള്ളിക്കാരിങ്ങനെ പറയുന്ന എന്താ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൽഡ 60 കിലോ എന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പോൾ ഞാൻ റേച്ചാൻ ചോദിച്ചാൽ ഈ ഡാൽഡ നല്ലതാണ്. നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഹോട്ടലുകാരൊക്കെ ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പം ഡാൽഡ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതാണോ നിങ്ങളൊന്ന് പറയണേ. അപ്പം ഞാൻ ആ മുട്ട ഇങ്ങനെ വറുത്തെടുത്തിട്ട് ഞാൻ എന്നാൽ കുറച്ച് ചിക്കൻ ഇടാമെന്ന് ചിന്തിച്ചു. ഞാനിപ്പോൾ എന്ത് തോന്നുന്നു എല്ലാ ചിക്കനൂടെ അങ്ങിട്ട് മുട്ട കുറച്ച് എണ്ണ കുടിച്ചില്ല, അതുകൊണ്ട് ഇതിനെ ഇച്ചിരി എണ്ണ കുറച്ചെടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ഈ ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് കൊടുത്തു. അതേസമയം ഞാൻ പറഞ്ഞാലേ ഇതിത്തിരി ഈ ചിക്കൻ്റെ പീസ് ഇത്തിരി സോഫ്റ്റ് വേവിച്ചെടുക്കും നമ്മൾ. പക്ഷേ അതില്ല, നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കുന്നില്ല കോൺഫ്ലോറൊക്കെ ഇട്ട് അതുപോലെ ക്രിസ്പി പോലെ ആവത്തില്ല. കോൺഫ്ലോറല്ല, നമ്മൾ എണ്ണയ്ക്കകത്ത് ഇപ്പം ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് ഇരിക്കും. ഇതങ്ങനെ മുരിഞ്ഞല്ല ഇരിക്കുന്നത്, ഇത്തിരി സോഫ്റ്റായിട്ടാണ്. പക്ഷേ ആ മസാല എല്ലാം കൂടെ അതിൽ പിടിച്ചിട്ട് ആ പീസ് എടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ച്, അപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടാൽ നിങ്ങൾ ആ മുട്ട പൊരിച്ചതിൻ്റെ ബാക്കി എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒരെണ്ണ ഒഴിച്ചില്ല. അപ്പോൾ ഇതിങ്ങനെ വെള്ളമൊക്കെ ഒന്ന് നന്നായി ഞാൻ പറഞ്ഞാൽ അടച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വെന്ത് ആ കഷ്ണം നമ്മളൊന്ന് ഇപ്പോഴല്ല അത് വെന്ത് വെള്ളം വറ്റിയൊക്കെ വന്നു കഴിഞ്ഞ് കഷ്ണം എടുത്ത് തിന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്. കഷ്ണം വെന്തു, പക്ഷേ ഇത്തിരി സോഫ്റ്റായിട്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് അത് ഇച്ചിരി വെള്ളമൊക്കെ അങ്ങ് വറ്റി അടിക്ക് പിടിക്കാറായി. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തീ ഓഫാക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ച്, കാരണം ഇപ്പോൾ അത് ഇളക്കുന്നുണ്ടെങ്കിൽ അടിയിൽ ഇച്ചിരി പിടിച്ചിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഓഫാക്കി ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇളക്കുന്നുടനെ ആ മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്ത് അങ്ങ് എടുത്താൽ മതി. അപ്പം ചിക്കനൊക്കെ നന്നായി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തുറന്നിട്ടിട്ട് ഒരു ചെറിയ തീയിൽ അവിടെ ഇട്ടിരുന്നു. അപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ ആദ്യത്തെ സ്റ്റേജ് പോലല്ല ഇപ്പോഴത്തെ ഇച്ചിരി അങ്ങ് മുരിഞ്ഞിരുന്നെന്ന്. അപ്പം ഞാൻ പിന്നെ ഈ ഉരുളി എടുത്ത് പിന്നെ കഴുകാൻ പോയില്ല. ചോറെല്ലാം വെന്ത് ഞാൻ വേറൊരു പാത്രത്തിൽ ഊറ്റി, ഒരു കിഴുത്ത പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ഊറ്റി ഇങ്ങനെ കോരി അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് നിങ്ങൾക്ക് പാത്രം കഴുകിയെടുക്കണമെങ്കിൽ കഴുകിയെടുക്കണം. ഈ സമയത്ത് ചോറൊന്ന് നമ്മുടെ ഉരുളിക്കകത്ത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഞാൻ എണ്ണയും ഇച്ചിരി ഓയിലൂടെ ഒഴിച്ചിട്ട്
സവാള ഇട്ട് വഴറ്റി. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് ആ അരുവിലിരിക്കുന്ന ചോറെല്ലാം കൂടെ നമ്മളിങ്ങനെ സ്പൂണും ഇതും കൊണ്ട് ഇങ്ങനെ ഇളക്കുവാണെങ്കിൽ ആ ഒട്ടി പിടിച്ചൊക്കെ ഇളകി വരും, അങ്ങനെ സോഫ്റ്റ് ആയിക്കോളും. ആദ്യം നമുക്കത് കഴുകുന്നവർ കഴുകിയെടുത്തോ കേട്ടോ. ഞാൻ ആ ഉരുളിയെടുത്ത് പൊക്കി വെക്കാം, പിന്നെ അത് ചൂടായി വരാൻ സമയമെടുക്കും, ഇൻഡാലിയത്തിൻ്റെ അല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ കഴുകിയില്ല. അപ്പോൾ ആ സവാളയെല്ലാം ഞാൻ ഒന്ന് വാട്ടിയിട്ട്, ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടായി പിന്നെ ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ തീ ഇച്ചിരി കുറച്ചതേ ഉള്ളൂ. നമുക്ക് ഈ വെളിയിൽ നിന്ന് ചൈനീസ് ഫ്രൈഡ് റൈസ് കിട്ടുമ്പം വെജിറ്റബിൾസൊക്കെ ഇത്തിരി പകുതി കുക്കല്ലേ, അല്ല മൊത്തത്തിലങ്ങ് വഴണ്ട് വരത്തില്ലല്ലേ. എൻ്റെ കയ്യിൽ അങ്ങനെ വെജിറ്റബിൾസ് കാബേജ് ക്യാരറ്റും ഉള്ളായിരുന്നു, ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു വേണ്ടി ക്യാപ്സിക്കം വെച്ചിരുന്നത് പോൾമോൻ ഇന്നലെ എടുത്ത് അവൻ മാഗി ഉണ്ടാക്കി തിന്ന്. അപ്പം ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിച്ചിടാം കേട്ടോ, മട്ടാറൊക്കെ. അപ്പോൾ എത്രയും വെജിറ്റബിൾസ് ഇടുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് പോയാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ സാധാരണ നമ്മൾ ഗരം മസാല ഇല്ലേ, അത് ചേർത്തു. ഇന്നാൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഉണ്ടാക്കിയോണ്ടേ അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്തായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും ചേർക്കുന്നില്ല. ആ ചിക്കൻ്റെ, നമ്മൾ വറുത്ത ചിക്കൻ്റെ അകത്ത് നല്ല മസാലയുണ്ട്. അപ്പം ഞാൻ എടുത്ത റൈസ് ഇത്തിരി കൂടുതലായിപ്പോയി. അതുകൊണ്ടാണ് റൈസ് എന്ന് പറയുന്നത്, ഞാൻ ഇത്രയുമിന് ഒരു 4.5 ഗ്ലാസ് റൈസ് എടുത്ത്. അതുകൊണ്ടാണ് ലാസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കാമേ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹൈ ഫ്ലെയിമിൽ ഞാൻ ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാട്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഈ ചിക്കൻ ഇതിൻ്റെ അകത്തിട്ട്, എന്നിട്ട് കുറേശ്ശെ ചോറ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം, ഇളക്കി നോക്കാം. അപ്പോൾ ലാസ്റ്റിൽ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളക് ഈ സമയത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇടാം. പക്ഷേ ഈ സമയത്ത് ഇടുന്നതായിരുന്നു നല്ലത്. ഞാൻ പിന്നെ ലാസ്റ്റിലാണ് കുരുമുളക് ഇട്ടത്. ഞാൻ പിന്നെ റൈസ് ഇത്തിരി കൂടിപ്പോയി. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ റൈസ് ഒരു 80% വെന്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അധികം അടച്ച് വെച്ചോണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ അതൊന്ന് വീർത്ത് വന്നു. ഇവിടെ ഈ പിള്ളേർക്ക് പൈനാപ്പിളോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഏതിൻ്റെ അകത്ത് ഇച്ചിരി ഒരു മധുരം കടിക്കാൻ കിട്ടിയാൽ നല്ല പൈനാപ്പിളൊക്കെ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി പൈനാപ്പിളൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു മണവും ഇതും കിട്ടും. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ചോറ് ഇച്ചിരി കൂടുതലായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അകത്ത് ലാസ്റ്റ് പിന്നെ നമ്മുടെ മുട്ട ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എണ്ണ കുടിച്ച് പീസാക്കാൻ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഞാനത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാൻ ഇപ്പോഴാണ് കുരുമുളക് ചേർത്തത്, പക്ഷേ ആരംഭത്തിലേ കുരുമുളക് ചേർത്തോ, അതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇലയും പട്ടയൊക്കെ എടുത്തങ്ങ് മാറ്റി കളഞ്ഞേ. ഇതൊരു ഇച്ചിരി കൂടെ യെല്ലോ കളറാണ്. രാത്രി ആയതുകൊണ്ട് ഒരു എത്ര നോക്കിയിട്ടും കളർ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെ ലൈറ്റിങ്ങിൻ്റെ ഷാഡോ പോലെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പപ്പടം പൊള്ളിച്ചായിരുന്നു, പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കാണിക്കുന്നത് സൺഡേയിൽ ഞാൻ പറഞ്ഞില്ലേ അവിടെ സാന്താക്ലോസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇത്തിരി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പുള്ളിക്കാരൻ്റെ കയ്യിൽ നമ്മുടെ സാന്താക്ലോസ് അപ്പച്ചൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ റേച്ചാൻ ചോദിച്ചു, അവിടെ ഒരു ആൻറ്റി ഇരിപ്പുണ്ട് പിന്നെ റിസപ്ഷൻ പോലെ. അപ്പോൾ ആൻറ്റി അടുത്ത് റേച്ചാൻ ചോദിച്ചു ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ ഗിഫ്റ്റ് ബോക്സിൽ, ഞങ്ങൾ എടുത്തോട്ടെ എന്ന്. ഞാൻ പറഞ്ഞ് അത് കാലി ബോക്സാണ്, നിങ്ങൾ വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തു, നിങ്ങളുടെ കയ്യിൽ ബോക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചേക്കാൻ. അപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തെ അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ട്രീ ഞാൻ അന്നേരം കണ്ടില്ല, പിന്നെ താഴെ ഇറങ്ങി വന്നിട്ടാണ് ഞാൻ പോയി ട്രീ കണ്ടത്. അപ്പം പിന്നെ താഴേന്ന് ഞാൻ എടുക്കുമായിരുന്നു. അന്നേരം അവിടെ ഇരുന്ന് അവർ പറഞ്ഞ് വീഡിയോ എടുക്കുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ റീച്ചാ ഇങ്ങനെ എന്നോട് സംസാരിച്ച പുള്ളിക്കാർ പറഞ്ഞ് വീഡിയോ എടുക്കുന്നെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു. മിക്കവാറും ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ഈ പുള്ളിക്കാർ കാണുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.